നമസ്കാരം. AK റൈഡർ 70 ചാനൽ. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കാർബറേറ്ററിനെ കുറിച്ചാണ്. കാർബറേറ്റർ ചാനലിൽ 2-3 വീഡിയോകൾ ഉണ്ട്. അപ്പോൾ അത് കാർബറേറ്റർ ക്ലീൻ ചെയ്യുന്നതും കാർബറേറ്ററിൻ്റെ ഓവർഫ്ലോയുടേതും ഇതെല്ലാത്തിനെയും കുറിച്ച് വീഡിയോകൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ വിഷയം അതല്ല. നമ്മുടെ ഒരു സുഹൃത്ത് എറണാകുളത്തുള്ളതാണ്. യദു എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സ്ക്രൈബർ സുഹൃത്തുണ്ട്, ബായി. അപ്പോൾ അദ്ദേഹം എറണാകുളം സർവീസ് സെൻറ്ററിൽ അദ്ദേഹത്തിൻ്റെ ബുള്ളറ്റ് കൊടുത്തു, സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. അപ്പോൾ സർവീസ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ അതിൽ കാർബറേറ്ററും കൂടെ ക്ലീൻ ചെയ്യാനായിട്ട് കൊടുത്തായിരുന്നു. കമ്പനിയിൽ ഈ ബോഡി ഇളക്കിയിട്ട് കാണിച്ചു തരാം. സ്ക്രൂ ടൈറ്റായാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ 4 സ്ക്രൂ വരും ഈ കാർബറേറ്ററിൻ്റെ ബോഡി. ഈ 4 സ്ക്രൂ നമ്മൾ അഴിച്ചെടുക്കണം. അഴിച്ചെടുത്താൽ മാത്രമേ ഇതിനകത്ത് നമ്മുടെ ജെറ്റും മറ്റുള്ളതും ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനാണ് ഇത് അഴിച്ചെടുക്കുന്നത്. ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ പോലും, ഓവർഫ്ലോ ഉണ്ടെങ്കിലും നമുക്ക് ഈ പാർട്സാണ് നമുക്ക് അഴിച്ചെടുക്കാനുള്ളത് കേട്ടോ. ഈ 4 സ്ക്രൂ നമ്മൾ അഴിച്ചെടുത്തായിരുന്നു. അഴിച്ചെടുക്കുമ്പോഴത്തേക്ക് ഈ സ്ക്രൂവിൻ്റെ എന്തെങ്കിലും ഒരു ഡാമേജായിട്ട് കാണുന്നുണ്ടെങ്കിൽ തിരിച്ച് ഇത് ഇടാൻ പാടില്ല. നമുക്ക് ഈ ബോഡി ഇങ്ങനെ എടുക്കാം. കുറച്ച് ദിവസമായി ഇത് കാർബറേറ്റർ ഇതുണ്ടല്ലോ, ഇത് നിറച്ചതാണ്. ഈ കാർബറേറ്ററിനകത്തിരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് ക്ലീൻ ചെയ്യാനാണ് ഞാൻ ഇളക്കുന്നത്. ഇത് 500ൻ്റെ കാർബറേറ്ററാണ്. ഇത് ക്ലീൻ ചെയ്യാനായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് ശരിക്കും വേസ്റ്റ് ഉണ്ട്. ആണെങ്കിൽ ഇത്രയും സാധനം ഇതിനകത്ത് മാത്രം ഇരുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് വണ്ടി എന്തായിരുന്നാലും മിസ്സിങ് എന്തായിരുന്നാലും കാണിക്കും. ബ്ലോക്ക് കാണിക്കും, മിസ്സിങ് കാണിക്കും, സ്റ്റാർട്ടിങ് ട്രബിൾ വരും, ഇതെല്ലാം വരും. അപ്പോൾ നമ്മളാ വിഷയം അതല്ല. നമ്മൾ കാർബറേറ്റർ ക്ലീനിങ്ങിൻ്റെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മെയിൻ ജെറ്റും ഇത് സ്ലോ ജെറ്റുമാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് സ്ലോ ജെറ്റും ഇത് മെയിൻ ജെറ്റുമാണ്. അപ്പോൾ ഇത് ഇളക്കിയപ്പോഴത്തേക്ക് വർക്ക്ഷോപ്പിൽ കമ്പനി സർവീസ് ഇത് ഇളക്കിയപ്പോഴത്തേക്ക് ഈ സ്ലോ ജെറ്റ്, ഇതിനകത്തിരിക്കുന്ന സ്ലോ ജെറ്റ് ഇളക്കിയപ്പോൾ ഇത് അകത്തുനിന്ന് ഇതിൻ്റെ ത്രെഡ്, നമ്മൾ ആ മൈനസ് ഭാഗം ഉണ്ടല്ലോ, ഇതേപോലത്തെ ഭാഗം മൈനസ് ഭാഗമാണ് സ്ലോ ജെറ്റിലും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് അഴുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആയിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ, ഇതുപോലുള്ള ഒരു സൈഡ് കട്ടായത് കാണാമല്ലോ, ഒരു സൈഡ് കട്ടായതുപോലത്തുള്ള സ്ക്രൂ ഡ്രൈവർ എടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് നമുക്കിട്ട് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഒരു അഭ്യർത്ഥനയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോഴത്തേക്ക് നല്ല കമ്പനി, നല്ല ജെനുവിനായിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ ഇട്ട് മാത്രമേ ഇതിട്ട് നമ്മൾ സ്ലോ ജെറ്റ് ഇളക്കാൻ പാടുള്ളൂ. മെയിനായിട്ട് എല്ലാ കാര്യവും അത് തന്നെ പറയണം. അപ്പോൾ നമ്മൾ ബലമായിട്ട് പിടിക്കുമ്പോഴത്തേക്ക് ഇതിന് അകത്തുനിന്ന് ഇതുപോലുള്ള ഇളവി കഴിഞ്ഞാൽ ഇത് പാടാണ് ഇളവി വരാൻ. അപ്പോൾ അങ്ങനെ കംപ്ലൈൻ്റ് ആയപ്പോഴത്തേക്ക് ഇത് ഇളക്കാൻ പറ്റില്ല എന്നുള്ള കംപ്ലൈൻ്റ് ആയപ്പോൾ ഇവർ ലേത്തി കൊടുത്തു. കമ്പനി ലേത്തി കൊടുത്തു. ലേത്തിൽ നിന്ന് ഇവിടുന്ന് ഡ്രില്ല് ചെയ്തപ്പോഴത്തേക്ക് എന്താണെന്നറിയാമോ, ഈ സൈഡിലുള്ളതെല്ലാം കൂടെ പൊത്ത് അറിയില്ലാത്ത അങ്ങനെ പണി എങ്ങനെയാണെന്നുള്ള, കാർബറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയ്ക്ക് ഇത് കണ്ടീഷനായിട്ടുള്ള അറിയത്തുള്ളവരെ കൊണ്ട് പണി ചെയ്യിക്കുക എന്നുള്ളതാണ്. കാർബറേറ്ററിൽ നമ്മൾ കമ്പനിയിൽ കൊടുത്താൽ ലേത്തിലായിരുന്നാലും. അപ്പോൾ അയാൾ ഡ്രില്ല് ചെയ്തപ്പോൾ ഇതെല്ലാം കൂടെ പൊട്ടി പോയി. അപ്പോൾ അതിൻ്റെ വോയിസ് അവിടെ സംസാരിക്കുന്ന വീഡിയോ ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ തൽക്കാലം ഇത് വോയിസ് ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്യിപ്പിക്കാം. കമ്പനിയിലെ മാനേജരുമായിട്ട് സംസാരിക്കുന്ന ഈ കക്ഷി. അപ്പോൾ അത് ഞാൻ ഓഡിയോ ഇതിൽ കാണിക്കാം. അപ്പോഴത്തേക്ക് അവരിപ്പോൾ കമ്പനി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കാർബറേറ്റർ, അതിൻ്റെ പുതിയ കാർബറേറ്ററിൻ്റെ പൈസ കൊടുക്കണം. പുതിയ കാർബറേറ്റർ വാങ്ങിച്ച് വെച്ചാലേ പറ്റൂ. ഇത് കംപ്ലൈൻറ്റ് ആയിപ്പോയി, ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. തുറക്കാൻ പറ്റാത്തതുകൊണ്ട്, ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ലേത്തി കൊടുത്തത്. അപ്പോൾ ലേത്തുകാർ ചെയ്തത് നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ കസ്റ്റമറിൽ നിന്ന് പൈസ വാങ്ങിക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ എന്നെ വിളിച്ചായിരുന്നു, നമ്മളെ സബ്സ്ക്രൈബറാണ്, എല്ലാ വീഡിയോയും കാണുന്നതാണ്. അപ്പോൾ നമ്മളെ വിളിച്ചപ്പോൾ നമ്മൾ പറയുന്നത് ഇതെന്ന് ഒരു കാരണവശാലും
ഇത് നമ്മൾ കാർബറേറ്ററിൻ്റെ പൈസ കൊടുക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യാൻ പാടില്ല. പകരം നമ്മൾ അവർ തന്നെ റെസ്പോൺസിബിലിറ്റി അവരതാണ്. നമ്മൾ വണ്ടി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരാണ് അത് നമ്മൾ കംപ്ലൈൻ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ അത് ശരിയാക്കി കൊണ്ടുവരിക. കാർബറേറ്റർ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ അടുത്ത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനികളിൽ കൊടുക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് എറണാകുളത്തിന് ഇപ്പം കമ്പനി പേര് പറയുന്നില്ല, കൊടുക്കുമ്പോൾ നമ്മൾ ഇത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അറിയേണ്ട കാര്യമില്ല. നമ്മളിപ്പം എൻജിൻ പണിക്ക് കൊടുത്തിട്ട് എൻജിൻ കവറിനെ പൊട്ടിച്ചിട്ട് എൻജിൻ കവർ വാങ്ങിച്ച് തരണമെന്ന് പറഞ്ഞാൽ കാര്യം നടക്കും. അതുപോലെ തന്നെയാണ് കാർബറേറ്ററിൻ്റെ ഈ സ്ലോ ജെറ്റ് ഇളക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുക. അതിന് ശേഷം നമുക്കിത് ഇളക്കണതിനെക്കുറിച്ച് പറയാം. എൻ്റെ പേര് യദുകൃഷ്ണ എന്നാണ്. ഞാൻ ശനിയാഴ്ച വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ. അപ്പൊ അത് എന്താ ഇനി ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചായിരുന്നു. അത് സാറിനോട് ചോദിച്ചിട്ടാണോ അവര് അത് ലേറ്റിൽ കൊടുത്തത്? സാധനം ആദ്യം ബ്ലോക്ക് ആണെന്നാണ് എന്നോട് പറഞ്ഞത്. അത് പിന്നെ പറഞ്ഞു ഊരെടുക്കാൻ പറ്റുള്ള, അതായത് ജെറ്റ് ബ്ലോക്ക് ക്ലീൻ ചെയ്താലേ ജെറ്റ് ബ്ലോക്ക് ആണ് അത്. എന്നാലാണ് അത് ഊരിയെടുക്കാനും പറ്റുള്ള. അപ്പൊ ലെയ്ത്തിൽ കയറ്റണം എന്ന് പറഞ്ഞു. ലെയ്ത്തില് കൊടുക്കണം എന്നൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചത് അവര് ഇത് ചെയ്ത് ഊരാനുള്ള പരിപാടി ആയിരിക്കുന്നു വിചാരിച്ചത്. പക്ഷെ ഇത് വിറ്റിട്ട് കുറച്ചാലും ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അത് ലെയ്ത്തിലും ഞാൻ വിളിച്ച് സംസാരിച്ചായിരുന്നു ഓൾറെഡി. ലെയ്ത്തിൽ അതായത് വർക്ക്ഷോപ്പ് മാനേജർ വിളിച്ച് സംസാരിച്ചായിരുന്നു. ഇതിപ്പോ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല, ഇതിപ്പോ ഞാൻ ടെസ്റ്റർ വെച്ചവരെ ഊരണ സാധനം ഇത് എനിക്കതാ മനസ്സിലാവും. ചിലപ്പോ എന്തെങ്കിലും വല്ല ത്രെഡ് വല്ല വെട്ടിയതിന് ലാസ്റ്റ് ടൈം അയച്ചപ്പോൾ അങ്ങനെ വരാൻ വഴിയില്ല. കാരണം ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ലൈറ്റിൽ പോവാം. എന്റെ ഇന്നത്തെ ഒരു ദിവസം പോയി, തിങ്കളാഴ്ച ഒരു ദിവസം, അതായത് ഇന്നലെ ഒരു ദിവസം പോയി, ഇന്നത്തെ ദിവസം പോയി. ഇനി ചൊവ്വാഴ്ച ഞാൻ ശനിയാഴ്ച വണ്ടി രാവിലെ കൊണ്ട് കൊടുത്തിട്ട് ശനി ഞായറൊക്കെ ഞാൻ മെട്രോവും പിടിച്ച് ബസ്സും വള്ളവും പിടിച്ചൊക്കെയാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോയത് ആലുവ വരെ. അപ്പൊ എനിക്ക് എന്തോരം നഷ്ടം എന്ന പരിപാടിയാണ്. ഞാനിപ്പോ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ്, ഔട്ട് ഓഫ് സ്റ്റേഷൻ, അതാണ് പ്രശ്നം. അയ്യോ, ഡിസ്കൗണ്ട് ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് കാർബറേറ്ററിന് കാശ് ഞാൻ എന്തായാലും തരാൻ ഉദ്ദേശിച്ചില്ല. അല്ല, ഞാൻ പറഞ്ഞോട്ടെ എന്റെ വണ്ടി ഞാൻ തരണ സമയത്ത് കാർബറേറ്ററിന് ഒരു മിസ്സിംഗ് പോലും ഉണ്ടായിരുന്നില്ല. കാർബറേറ്ററിന് കാശ് തരാൻ ഉദ്ദേശിച്ചില്ല. നിങ്ങളെ വർക്കേഴ്സിന്റെ കയ്യിൽ നിന്ന് എന്തോ പണി കിട്ടി, ഇല്ലെങ്കിൽ ലെയ്ത്തിൽ നിന്ന് പണി കിട്ടി, എന്താ എനിക്ക് അറിഞ്ഞൂടാ. സാധനം ഞാൻ തരുമ്പോ വർക്കിംഗ് ആയിരുന്നു. അത് ഊരി എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ ഇട്ടാൽ സിംഗിൾ ആയിട്ട് ഊരി എടുക്കാൻ പറ്റുന്ന സാധനം. ഫ്രീ ഓഫ് കോസ്റ്റ് തരാനുള്ള ഓപ്ഷൻ ഇല്ല. ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല, അത് എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെ. ഞാൻ ബാലൻസ് ഞാൻ കാശ് തരാൻ വേണ്ടിയാണ്, ബാലൻസ് കാശേ ഞാൻ തരുള്ളൂ. കാർബറേറ്ററിന്റെ കാശ് ഞാൻ തരില്ല. പോസിബിൾ അല്ല സാർ, അത് പോസിബിൾ അല്ല. അപ്പൊ അതാ പറഞ്ഞ ഞാനപ്പൊ നീ എന്റെ വഴിയല്ലേ, ലീഗലായിട്ട് ഞാൻ നീക്കോളൂ. ഞാൻ നാളെ ഇങ്ങനെ നീക്കോളൂ. ശരിയാണ്. അപ്പോൾ നിങ്ങളെ വോയിസ് മെസ്സേജ് നിങ്ങൾ കേട്ടായിരുന്നു. കമൻറ്റ് ചെയ്യുക, നമ്മൾ ആരാണ് ഇതിൻ്റെ കുറ്റക്കാർ, ആരാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ആരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ്. നമ്മൾ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത അവർ പറയുന്ന സാധനങ്ങൾ പുതിയ പാർട്സ് വാങ്ങിച്ച് കൊടുക്കണമോ വേണ്ടയോ? തീർച്ചയായിട്ടും ഈ ഒരു കമ്പനിയിൽ പുതിയ പഠിക്കുന്ന പയ്യന്മാരുണ്ട്, അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നത്. അപ്പം ഇനിയും കാർബറേറ്റർ ഇളക്കുമ്പോഴത്തേക്ക് അതിൻ്റെ രീതിയുണ്ട്, അത് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണത് ഇളക്കാനുള്ളതെന്നും കൂടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ വീഡിയോ ഉണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തമായിട്ട് പണി ചെയ്യുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്, അവർ നമ്മളെ വീഡിയോ കണ്ട് ഒരുപാട് പേര് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ. അതുപോലെ തന്നെ ഈ 3 നെട്ടിളക്കുമ്പോഴത്തേക്കും നമുക്ക് ഇളവില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ പിടിച്ച് നോക്കുക, പിടിച്ച് പതുക്കെ പിടിക്കാവും. പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഇത് നേരെ ഇതിനകത്താ വയ്ക്കുക, വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി. ഇങ്ങനെ ഒരു 2 തട്ട് ഇതിൻ്റെ ആവശ്യമേ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്രോളിൻ്റെ അംശം വന്നിട്ട് ഇതൊരു കെമിക്കലുണ്ട് ഈ പെട്രോളിൽ. ഈ കെമിക്കലിൻ്റെ ഒരു പശ പോലത്തെ രീതിയാണ്, നമ്മുടെ ഫെവിക്വിക്ക് പോലത്തെ ഉള്ള ചെറിയ ഒരു പശ പോലത്തെ രീതിയിൽ ഇത് കയറി ജാമാവും പെട്ടെന്ന് തന്നെ. ഇത് പെട്രോളിനകത്ത് എപ്പോഴും ഇതായിട്ട് സ്റ്റോക്കായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ആ പെട്രോളിൻ്റെ ആ കെമിക്കലിൻ്റെ ഒരു ഇതുകൊണ്ട് ഇത് സെറ്റോടുകൂടി ഈ സ്ക്രൂകൾ സ്റ്റക്കാവാൻ കുറച്ച് ഹാർഡാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഇതേപോലെ ഒരു ചെറിയ തട്ട് തട്ടിയിട്ട് മാത്രം ഇളക്കി കഴിഞ്ഞാൽ നിസ്സാരം പോലെ ഇത് ഇളകി വരും. അതുപോലെ തട്ടിയതിന് ശേഷം സ്ക്രൂ ഡ്രൈവർ നല്ല സ്ക്രൂ ഡ്രൈവർ ആയിരിക്കണം, ഇതുപോലുള്ള മുന കറക്റ്റായിട്ടുള്ള ഇതായിരിക്കണം. ഇതിൽ ഈ ചിലതൊക്കെ ഇങ്ങനെ മടങ്ങിയത്, ഇപ്പുറത്ത് മടങ്ങിയതൊക്കെ സ്ക്രൂ ഡ്രൈവറാണ്. അതൊന്നും ഇട്ട് ഇതിൽ ഒരു കാരണവശാലും പിടിക്കരുത്. പിടിച്ചു കഴിഞ്ഞാൽ ആകെ വിഷയമാണ്. നമ്മളെ ചാനലിൽ ഇത് എയർ സ്ക്രൂവിൻ്റെ ഈ സ്ക്രൂ ഒടിഞ്ഞ് അകത്തായ ഒരു വീഡിയോ ഉണ്ട്.
അത് നമ്മളെ എയർ മിക്സർ സ്ക്രൂ ആണ്. ഈ സ്ക്രൂ അകത്തുനിന്ന് ഒടിഞ്ഞ് പകുതി ഒടിഞ്ഞ് പോയ ഒരു ചാനൽ വന്നിട്ടുണ്ട്. അല്ല, ഒരു വണ്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിനെ ഡ്രില്ലിങ് ചെയ്ത് ഇളക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അങ്ങനെയും നമുക്ക് കറക്റ്റായിട്ട് സൂക്ഷിച്ച് ഇളക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ബോഡിക്ക് കേടുപാടില്ലാതെ ഇത് ഇളകി വരും കേട്ടോ. അല്ല, നമ്മൾ അറിയില്ലാതെ ഇതിൽ ഡ്രില്ലിങ് മെഷീനായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഈ ബോഡിക്കകത്ത് പൊത്ത് ഓവലാവാനുമൊക്കെ സാധ്യത കൂടുതലാണ്. ഇതിനെ കറക്റ്റായിട്ട് ഇതിൻ്റെ പോയിൻ്റ് വെച്ചതിന് ശേഷം ഇതിനെ നന്നായിട്ട് ബലം പ്രയോഗിച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഒരു കാരണവശാലും ഈ സൈഡിൽ നിന്ന് ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇളവാൻ പാടില്ല, മാറാൻ പാടില്ല. കറക്റ്റ് സെൻറ്ററിൽ ഇത് ഞാൻ കാണിക്കുന്നത് ഇതേപോലെ ആയിരിക്കും. മൈനസാണ് ഇതിൻ്റെ അകത്ത് കേട്ടോ. അപ്പോൾ അങ്ങനെ കറക്റ്റ് ബലം പ്രയോഗിച്ചിട്ട് ഇങ്ങനെ അങ്ങ് ഇളക്കുക. നിസ്സാരം പോലെ ഇത് ഇളകി വരും. കുറേ ദിവസമായി ഇത് ഇളക്കിയിട്ട് ഇത് കുറേ ദിവസമായി ഇളക്കിയിട്ട് ഇത് നമുക്ക് ഒരിക്കൽ ഇളക്കിയിട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഇളക്കുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മൈനസ്. ഈ കാണുന്ന മൈനസ് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ഇളകി പോയിട്ടാണ് ഈ മൈനസിൻ്റെ ഈ വെട്ട് ഭാഗം ഇളകി പോയതാണ് അദ്ദേഹത്തിന് ഇത്രയും പണി വന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഇത്രയും കറക്റ്റായിട്ട് സൂക്ഷിച്ച് ഇളക്കി കഴിഞ്ഞാൽ ഇത് ഇളക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തിട്ട് ഇവിടെ ചെറിയ ചെറിയ ഹോളുകൾ ഇതാ കാണുന്നുണ്ടല്ലോ, ഹോളുകളുണ്ട്. ഈ ഹോളെല്ലാം ഒരു ചെറിയ വയറിൻ്റെ ഒരു തുണ്ടിട്ട് ഇതിനെല്ലാം ഓപ്പൺ ചെയ്ത് നന്നായിട്ട് കാർബറേറ്റർ ക്ലീൻ കൊണ്ട് കഴുകി ഈ ഹോളെല്ലാം മാറ്റി കഴിഞ്ഞിട്ട് ഇടുക. ഇതാണ് ഇത് ക്ലീൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇത് ഇളക്കേണ്ട കാര്യം കേട്ടോ. ഇത് സ്ലോ ജെറ്റ് ഈ റണ്ണിങ്ങിൽ നിൽക്കാൻ വേണ്ടിയിട്ട്, സ്റ്റാർട്ടിങ് ഇതിൽ ഐഡിയലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ആദ്യം ചെയ്യുന്നത്. അതാണ് പൈലറ്റ് ജെറ്റ് എന്ന് പറയും. ഇത് പിന്നെ അത് മെയിൻ ജെറ്റ്. അത് മാറ്റി വയ്ക്കാൻ നമുക്ക് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്, നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിളക്കുമ്പോഴത്തേക്കും നമുക്ക് വലിയ റിസ്ക് ഇല്ല ഇതിളക്കാൻ നമ്മൾ മൈനസ് സ്ക്രൂ ഡ്രൈവർ എടുക്കുക. മൈനസ് സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഇത് ഇങ്ങനെ ഇളവെന്ന് നോക്കണം. ഇത് നമുക്ക് ഒരു പക്ഷേ ഇത് ഇളവിയില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യണം, പിന്നെ ഇത് അത്ര ടൈറ്റായിട്ടാണ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് കൂടുതൽ നമ്മൾ കളിക്കാത്ത രീതിയിൽ പിടിച്ചെന്തെങ്കിലും വിഷയമായി കഴിഞ്ഞാൽ, ഇളവില്ല എന്ന് അത്ര ജാമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് 7-ൻ്റെ ഡബിൾ എൻഡ് സ്പാൻഡറാണ്. ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇതുകൊണ്ട് എത്ര ടൈറ്റായിരുന്നാലും ഇത് നമുക്ക് ഇതുപോലെ ഊരിയെടുക്കാം. ഇതിൽ ചെറിയ ചെറിയ ഹോളുകളുണ്ട്. അതിന് കമ്പിയിട്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് ഇതടിച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടെ അടിച്ച് നമ്മൾ ആ ക്ലീനിങ്ങിലെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ചെയ്ത് കിട്ടിയാലും മതി കേട്ടോ. അപ്പോൾ തിരിച്ച് നമുക്ക് ഇതുപോലുള്ള ഈ ഫ്ലോട്ട് വരുന്നതിൻ്റെ ഈ സ്ക്രൂ ഉണ്ട്, സ്റ്റാറിൻ്റെയാണ്. ഈ സ്ക്രൂ ഇതുപോലെ തന്നെ ഇളക്കുമ്പോഴത്തേക്ക് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തറയിൽ വെച്ച് അടിക്കാൻ പാടില്ല. കയ്യിൽ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇത് നേരത്തെ ഞാൻ ചെയ്ത പോലെ ഇത് രണ്ട് നല്ല ഉറച്ച് രണ്ട് തട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഇത് ലൂസായി വരും. അപ്പോൾ ഈ വീഡിയോ ഇത്രയാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന പുതിയ വീഡിയോകൾ, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോകൾ ഇനിയും നമ്മുടെ ചാനലിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, ബൈ.